നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മളിൽ മിക്കവരും ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമസ്കാരം അഥവാ സ്വലാത്ത്. ആ അതെ, അതിനെ കുറച്ചുകൂടി എന്താ പറയാ ആഴത്തിൽ സമീപിക്കാൻ സഹായിക്കുന്ന ചില ചിന്തകൾ. അതെ, നമ്മൾ ഇക്ബാൽ നസീം എന്നൊരാളുടെ യൂട്യൂബ് വീഡിയോയിലെ ചില ആശയങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഓർക്കണം, ഇതൊരു വ്യക്തിയുടെ അനുഭവങ്ങളാണ്, ചിന്തകളാണ്. തീർച്ചയായും നമ്മളിവിടെ ശരി തെറ്റുകളല്ല ചർച്ച ചെയ്യുന്നത്. അല്ല, പകരം ഈ ചിന്തകൾക്ക് നമ്മുടെ ആ ഒരു പതിവ് നമസ്കാരത്തെ ഒന്ന് ഫ്രഷായി കാണാൻ സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ശരിയാണ്. ചിലപ്പോൾ നമ്മളറിയാതെ അതൊരു യാന്ത്രികമായ ഒന്നായി മാറിയിട്ടുണ്ടാവും. അതെ. അപ്പോൾ അതിലൊരു ശ്രദ്ധ, ഒരു ആത്മബന്ധമൊക്കെ കൂട്ടാൻ പറ്റുന്ന വല്ലതും ഇതിലുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. ശരി, നമുക്ക് തുടങ്ങാമല്ലേ? തുടങ്ങാം. ഈ ഒരു ശീലമായി പോയ കാര്യത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്ന ചിന്ത തന്നെ ഒരു രസമുണ്ട്. അപ്പൊ ആദ്യത്തെ പോയിന്റ് തന്നെ നമ്മുടെ കാഴ്ചപ്പാടാണ്, അല്ലേ? അതെ, അതാണല്ലോ പ്രധാനം. നമ്മളൊരു കാര്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഒരു കടമ എന്നതിനപ്പുറം ഇതിനെ എങ്ങനെ കാണാം? ഈ വീഡിയോയിൽ പറയുന്ന പ്രധാന കാര്യം അതാണ്. സ്വലാത്തിനെ ഒരു ഭാരമായിട്ടല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമായിട്ട് കാണരുത്. പകരം നമ്മുടെ ജീവിതം ഒരു യാത്രയാണെന്ന് വയ്ക്കാം. ദൈവത്തിലേക്കുള്ള ഒരു യാത്ര. ഓക്കെ. ആ യാത്രയിലെ ഒരു പ്രധാന മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ നമ്മുടെ വഴി ശരിയാണോ എന്ന് നോക്കുന്ന ഒരു കോമ്പസ് ചെക്ക് പോയിന്റ്, അങ്ങനെ കാണണമെന്നാണ് പറയുന്നത്. ഓഹോ, അതായത് 5 നേരം ഉള്ളത് 5 തടസ്സങ്ങളല്ല, 5 വഴി കാണിക്കുന്ന പോയിന്റുകളാണ് എന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ആ ഒരു ചിന്ത വെറും ഒരു കടമ എന്നതിൽ നിന്നും മാറി നമ്മുടെ യാത്രയുടെ ഒരു ഭാഗമായിട്ട് അതിനെ കാണുക. അപ്പൊ ഭാരം എന്ന ചിന്ത മാറും. ഓരോ നമസ്കാര സമയവും പിന്നെ ഒരു സമ്മർദ്ദമായിട്ട് തോന്നില്ല. ചിലപ്പോ ഇതൊരു ഓർമ്മപ്പെടുത്തലാണല്ലോ എന്ന് തോന്നും. ആ കാഴ്ചപ്പാടിലെ മാറ്റം അതുതന്നെ വലുതാണ്. തീർച്ചയായും. ഈ ആശയം വ്യക്തമാക്കാൻ ആ വീഡിയോയിലൊരു മലകയറ്റത്തിന്റെ ഉപമ പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? അതുണ്ടല്ലോ, അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മളൊരു മല കയറുവാണെന്ന് വെക്കുക. യാത്രകളിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ലക്ഷ്യം മറക്കും, അല്ലെങ്കിൽ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. തിരക്കുകള്, പ്രശ്നങ്ങള്, അങ്ങനെ പലതും. ശരിയാണ്. അപ്പോ ഇടയ്ക്കൊന്ന് നിർത്തി കയ്യിലുള്ള മാപ്പ് നോക്കി ഞാൻ പോണ വഴി ശരിയാണോ, എന്റെ ലക്ഷ്യം എവിടെയാണ് എന്നൊക്കെ ഉറപ്പുവരുത്തില്ലേ? അതെ. അതുപോലെയാണ് നമസ്കാരം എന്നാണ് പറയുന്നത്. ആ നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ഖുർആൻ വചനങ്ങള്, ഫാത്തിഹയൊക്കെ ആ മാപ്പ് പോലെയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ലക്ഷ്യം എന്താണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന്. അതെ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അതൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം, ഒരു റീകാലിബ്രേഷൻ. ഇത് കേൾക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ദിവസത്തെ നമസ്കാരം തിരക്കിനിടയിൽ അയ്യോ നമസ്കരിക്കണല്ലോ എന്നൊരു ഭാരമായി തോന്നുന്നതിനു പകരം ഒരു നിമിഷം എന്റെ വഴി ശരിയാണോ എന്ന് ചോദിക്കാനുള്ളൊരവസരമായി കണ്ടാൽ അനുഭവം മാറും, അല്ലേ? തീർച്ചയായും മാറും. ആ മനോഭാവം മാറുമ്പോഴേക്കും നമസ്കാരത്തിന് നിൽക്കുമ്പോഴൊരു വ്യത്യാസം വരും. വെറുമൊരു ചടങ്ങല്ല അത്. പിന്നെ അതെ, ഒരു സംഭാഷണമാണ്, ഒരു ആത്മപരിശോധനയാണ്. ഈ കാഴ്ചപ്പാട് മനസ്സിൽ വെക്കുന്നത് തന്നെ ഒരു തുടക്കമാണ്. ശരി. അപ്പോൾ ഈ യാത്രയിലെ ഓരോ സ്റ്റോപ്പിലും, അതായത് ഓരോ നമസ്കാരത്തിനും നമ്മൾ തയ്യാറെടുക്കണം. അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്. നമസ്കാരത്തിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങൾ. ഗോൾഡൻ മിനിറ്റ്സ്. അതെ, സുവർണ നിമിഷങ്ങൾ. എന്താണത്? ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നും, പക്ഷെ വളരെ പ്രാക്ടിക്കലാണ്. നമ്മൾ നമസ്കാരം തുടങ്ങുന്നില്ലേ, തക്ബീർ കെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. നമ്മള് വുദു എടുത്ത് വന്ന ഉടനെ തക്ബീർ കെട്ടുകയല്ലേ? അതെ, ആ ധൃതി ഒഴിവാക്കാനാണ് ഈ 1 മിനിറ്റ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളൊരു വലിയൊരാളെ കാണാൻ പോകുന്നു. വാതിൽക്കലെത്തിയാൽ ചാടിക്കേറി സംസാരിക്കോ? ഇല്ല. ഒന്ന് നിന്ന് ശ്വാസമെടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി മാനസികമായി തയ്യാറെടുത്തിട്ടല്ലേ കയറുക? ശരിയാണ്. അതുപോലെ ദൈവത്തിന്റെ മുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ സംഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് 1 നിമിഷം പുറത്തുള്ള ചിന്തകൾ, ബഹളങ്ങൾ, അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക. പക്ഷേ 1 മിനിറ്റ് വെറുതെ നിൽക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്, അറിയാം. ശ്രദ്ധ മാറിപ്പോകില്ലേ? വെറുതെ നിൽക്കാൻ പോലും സമയം കിട്ടാത്ത ഓട്ടമല്ലേ എല്ലാവർക്കും. ശരിയാണ്, ആ വെല്ലുവിളിയുണ്ട്. ഇന്നത്തെ ലോകം നമ്മളെ എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. 1 നിമിഷം മിണ്ടാതിരിക്കുന്നത് പോലും ചിലപ്പോ ഒരു അസ്വസ്ഥതയാണ്. പക്ഷേ ഈ ഗോൾഡൻ മിനിറ്റ് വെറുതെ നിൽക്കലല്ല, അതിനൊരു ലക്ഷ്യമുണ്ട്. നമസ്കാരത്തിനുള്ള മാനസിക തയ്യാറെടുപ്പാണ് അവിടെ നടക്കുന്നത്. ഓഹോ. ആ 1 മിനിറ്റില്
നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ആരോടാണ് സംസാരിക്കാൻ പോകുന്നത്, അതൊന്ന് ഓർക്കാം. ആ പിന്നെ ആ വീഡിയോയിൽ പറയുന്നൊരു ചിന്തയുണ്ട്. ഈ നമസ്കാരം ഒരുപക്ഷെ എന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കാം. ഹോ അത് ശരിക്കും നമ്മളെ നിർത്തും. അതെ, ആ ഒരു ചിന്ത വന്നാൽ ആ നിമിഷത്തിന്റെ ഗൗരവം കൂടും. അപ്പോൾ ഇത് വെറുതെ കളയുന്ന സമയമല്ല, നമസ്കാരത്തിന്റെ ക്വാളിറ്റി കൂട്ടാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ 1 മിനിറ്റിലെ തയ്യാറെടുപ്പ് നമസ്കാരത്തിലെ ശ്രദ്ധയെ ബാധിക്കും എന്ന്. തീർച്ചയായും കാര്യമായി ബാധിക്കും. ഇത് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നമസ്കാരത്തിന് മുമ്പ് നമ്മൾ എത്രത്തോളം മൈൻഡ്ഫുള്ളായി തയ്യാറെടുക്കുന്നുണ്ട്, അതോ ഓട്ടത്തിനിടയിലൊന്ന് ടച്ച് ചെയ്ത് പോകുന്ന പോലെയാണോ? ഗോൾഡൻ മിനിറ്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നമസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ പിന്നെ വരുന്നത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമാണ്. അതെ, അവിടെയാണ് മൂന്നാമത്തെ ആശയം വരുന്നത്, നമ്മുടെ പാരായണം. പക്ഷേ ഇത് സാധാരണ പറയുന്ന പോലെയല്ല അല്ലേ? താജ്വീദിനെക്കുറിച്ചോ ഈണത്തെക്കുറിച്ചോ മാത്രമല്ല പറയുന്നത്. അല്ല, അവിടെയാണൊരു വ്യത്യസ്തമായ പോയിന്റ് വരുന്നത്. സാധാരണ നമ്മൾ പാരായണമെന്ന് പറയുമ്പോൾ തെറ്റുകൂടാതെ ഓതണം, നല്ല ശബ്ദത്തിൽ ഈണത്തിൽ ഓതണം എന്നൊക്കെയാണ് ശ്രദ്ധിക്കാറ്. അതൊക്കെ പ്രധാനമാണ്. പക്ഷേ വീഡിയോ പറയുന്നത് അതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ് നമ്മൾ ഓതുന്നതിലെ സ്വരം, ആ ടോൺ. ശബ്ദത്തിന്റെ ഭംഗിയാണോ? ഭംഗിയല്ല, ആ ടോണിലുള്ള ആത്മാർത്ഥത, ആ വികാരം, അതാണ്. ഓഹോ. നമ്മൾ പറയുന്ന വാക്കുകൾ അത് ഹൃദയത്തിൽ തട്ടിപ്പറയുന്നുണ്ടോ, അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടിട്ടുണ്ടോ, ആ ഭാവം അത് നമ്മുടെ സ്വരത്തിൽ വരുന്നുണ്ടോ? ഉദാഹരണത്തിന്, നമ്മൾ ദൈവത്തോട് സഹായം ചോദിക്കുകയാണ്, ദൈവമേ സഹായിക്കണേ എന്ന് പറയുമ്പോൾ അതിലൊരു യാചനയുടെ സ്വരം വരില്ലേ? വരും. സ്തുതിക്കുമ്പോൾ ഒരു ആദരവിന്റെ, നന്ദിയുടെ ഭാവം അത് നമ്മുടെ ടോണിൽ വരണം. കാരണം നമസ്കാരം എന്നത് ദൈവവുമായുള്ള ഒരു സംഭാഷണമാണ്. ശരിയാണ്. ആ സംഭാഷണത്തിന് വേണ്ട ഒരു ബഹുമാനം, വിനയം, സ്നേഹം, പേടി, ഇതൊക്കെ നമ്മുടെ ആ ഒരു ടോണിൽ പ്രതിഫലിക്കണം. ഇത് വെറും ടെക്നിക്കൽ കാര്യമല്ല. ഇത് ആ വീഡിയോയില് ഫാത്തിഹായിലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് വെച്ച് പറയുന്നുണ്ട്, ഞങ്ങളെ നേർവഴിയിൽ നടത്തണേ എന്ന്. അതെ, അത് വെറുതെ പറഞ്ഞു പോകുന്നതും ശരിക്കും വഴി കാണാതെ എങ്ങോട്ടാ പോകേണ്ടത് ഒന്ന് കാണിച്ചുതാ എന്ന് ചോദിക്കുന്ന ഒരാളുടെ സ്വരത്തിൽ പറയുന്നതും വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അതാണിവിടെ പോയിന്റ്. നമ്മളൊരു ആയത്ത് ഓതുമ്പോൾ അതിന്റെ അർത്ഥം, ആ സന്ദർഭം അതനുസരിച്ചുള്ളൊരു മാനസികാവസ്ഥയോടെ, ആ ഭാവത്തോടെ ഓതാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ സ്റ്റൈല് കോപ്പിയടിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അത് പ്രധാനമാണ്. മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ നമ്മൾ അത് അനുകരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥത അതിൽ വരുന്നുണ്ടോ, അതോ വെറും അനുകരണം മാത്രമാണോ? നമ്മുടെ സ്വന്തം ടോൺ കണ്ടെത്തണം. അതെ, നമ്മുടെ ആത്മാർത്ഥമായ ടോൺ. പക്ഷേ അറബിയിലല്ലേ നമ്മൾ ഓതുന്നത്? അതിന്റെ അർത്ഥം പൂർണ്ണമായി അറിയാത്തവർക്ക് ഈ ഭാവം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാവില്ലേ? അതൊരു ശരിയായ ചോദ്യമാണ്. അതിനും ഈ വീഡിയോയിൽ ഒരു ടിപ്പ് പറയുന്നുണ്ട്. എന്താണത്? ആദ്യം നമ്മൾ ഓതുന്നതിന്റെ അർത്ഥം നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കുക, മലയാളത്തിൽ. ശരി. എന്നിട്ട് ആ വാചകങ്ങൾ മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്ക്, ആ ഫീലിംഗോടെ. ഉദാഹരണത്തിന്, ദൈവമേ എനിക്ക് നേർവഴി കാണിച്ചു തരണേന്ന് ശരിക്കും ആത്മാർത്ഥമായി ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പം മനസ്സിലൊരു ഭാവം വരുമല്ലോ. ആ ഭാവം അറബിയിൽ ഓതുമ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക, ആ ടോൺ. എളുപ്പമല്ല, പക്ഷേ ശ്രമിക്കാവുന്നതാണ്. അതെ, പരിശീലനം വേണം. പക്ഷേ ആ ശ്രമം അത് നമ്മുടെ ഓത്തിനെ കൂടുതൽ ജീവനുള്ളതാക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ടോണിന്റെ കാര്യം അധികം ആരും ചർച്ച ചെയ്യാറില്ല. ശരിയാണ്. പക്ഷെ ആലോചിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഉറക്കെ ഓതുമ്പോൾ മാത്രമല്ല, മനസ്സിൽ ഓതുമ്പോഴും ആ ഒരു ആന്തരികമായ ടോൺ, ആ ഭാവം അത് പ്രധാനമാണ്. അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് വരും. നമ്മുടെ നമസ്കാരം, ഓരോ വാക്കും ഓരോ ചലനവും അത് അല്ലാഹുവിന് എന്തു മെസ്സേജാണ് കൊടുക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വന്തം പാരായണത്തെക്കുറിച്ചൊന്ന് ആലോചിക്കണം. നിങ്ങൾ ഓതുന്ന ആ രീതി, നിങ്ങളുടെ ടോൺ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥവും ഫീലിംഗും കൺവേ ചെയ്യുന്നുണ്ടോ? അതോ വർഷങ്ങളായി ഒരേ ടേപ്പ് ഓടുന്നത് പോലെയാണോ? അപ്പോൾ നമ്മൾ ഇന്ന് ഇക്ബാൽ നസീമിന്റെ ചിന്തകളെ വെച്ച് നോക്കിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ: 1. കാഴ്ചപ്പാട് മാറ്റുക. നമസ്കാരത്തെ ഭാരമായിട്ടല്ല, ഒരു വഴികാട്ടിയായിട്ട് കാണുക. അതെ,
ജീവിതയാത്രയിലെ കോമ്പസ്, ചെക്ക് പോയിന്റ്. 2. ആ ഗോൾഡൻ മിനിറ്റ്സ്, നമസ്കാരത്തിന് മുമ്പുള്ള ആ ഒരു മിനിറ്റ് തയ്യാറെടുപ്പ്, ധൃതി ഒഴിവാക്കുക. മാനസികമായി ഒരുങ്ങുക. 3. പാരായണത്തിലെ ടോൺ, വെറും അക്ഷരങ്ങളോ ഈണമോ അല്ല, ആത്മാർത്ഥമായ ഭാവം, ആ സ്വരം. ശരി, അപ്പോ ഇതൊക്കെ എന്തിനാണ്? നമസ്കാരത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാനും ആഴം കൂട്ടാനും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഉപകാരപ്പെടുക? നമ്മൾ അവസാനം പറഞ്ഞ ആ ചോദ്യമുണ്ടല്ലോ, വീഡിയോയിലെ പ്രധാന ചോദ്യം. നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങളുടെ നമസ്കാരം, അത് നിങ്ങളുടെ നാഥന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഈ ചോദ്യത്തിലെല്ലാം ഉണ്ട്. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ തയ്യാറെടുപ്പ്, നമ്മുടെ ആ ടോൺ, ഇതെല്ലാം ചേർന്നാണ് ആ മെസ്സേജ് ഉണ്ടാകുന്നത്. അത് ഒരു ശ്രദ്ധയില്ലാത്ത യാന്ത്രികമായ ഒന്നാണോ, അതോ ബോധപൂർവം ആത്മാർത്ഥമായി ചെയ്യുന്ന ഒന്നാണോ? ആ ചോദ്യം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും. അതെ, ആ ചിന്ത നമ്മുടെ നമസ്കാരത്തോടുള്ള സമീപനത്തെ തന്നെ മാറ്റാൻ സഹായിക്കും. തീർച്ചയായും. അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോ നിങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ചിന്ത, ഇത് വീഡിയോയിലുള്ളതല്ല, നമ്മൾ സംസാരിച്ചതിൽ നിന്ന് വരുന്നതാണ്. ഇന്ന് നമ്മൾ കേട്ട ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം, അത് കാഴ്ചപ്പാട് മാറ്റുന്നതാവാം, ആ ഒരു മിനിറ്റ് തയ്യാറെടുപ്പാവാം, അല്ലെങ്കിൽ ഓത്തിലെ ടോൺ ശ്രദ്ധിക്കുന്നതാവാം. ഏതെങ്കിലും ഒന്നെടുത്തിട്ട് നാളത്തെ നിങ്ങളുടെ നമസ്കാരത്തിലെ ഒരു ചെറിയ ഭാഗത്തെ, ഒരു വാചകത്തെ, ഒരു നിമിഷത്തെ എങ്ങനെ കുറച്ചുകൂടി പുതുമയുള്ളതാക്കാം, കുറച്ചുകൂടി അർത്ഥമുള്ളതാക്കാം? നല്ല ചോദ്യമാണ്. ഒരു ചെറിയ മാറ്റം മതിയാവും ചിലപ്പോൾ. അതെ, ഒരു ചെറിയ മാറ്റം പോലും വലിയ വ്യത്യാസമുണ്ടാക്കിയേക്കാം. ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം. ശരി, നമസ്കാരം. നമസ്കാരം.